സുബ്ഹാനല്ലാഹ്, ദുബായിലുള്ളൊരു സയ്യിദ് കുട്ടി, അതാ സയ്യിദായ സഹോദരന്, ആ സഹോദരന് അതാ നല്ല ജോലിയായിരുന്നു. പെട്ടെന്നാണ് കൊറോണ വന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിലും പൂർണ്ണമായ ഒരു വിശ്വാസമില്ലാത്ത ആളാണ്. ഏതായാലും വരട്ടെ, സുബ്ഹാനല്ലാഹ്, അതാ ഈ സയ്യിദായ ഈ സഹോദരൻ വളരെ വേദനിക്കുകയാണ്. പടച്ചവനെ, ഞാനിനി ഗൾഫിൽ നിന്നാൽ എന്റെ അവസ്ഥ എന്താണ്? എന്റെ വീട് പട്ടിണിയിലാണ്, എന്റെ വീട് ദാരിദ്ര്യത്തിലാണ്, വളരെ വിഷമത്തിലാണ്. ഞാൻ പൈസ അയച്ചു കൊടുത്താൽ മാത്രമേ ആ വീടിന്റെ ചെലവുകൾ കഴിഞ്ഞു പോവുകയുള്ളൂ. അങ്ങനെ വേദനിച്ച് നടക്കുമ്പോ മടവൂർ ശൈഖുനാന്റെ ഒരു മുഹിബ്ബിനെ കാണുകയാണ്. ലോകത്ത് എവിടെ ചെന്നാലും സി.എം. വലിയുള്ളാനെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല. ലോകത്തിന്റെ ഏതെങ്കിലും മുക്കിലും മൂലയിൽ പോയി ഉറക്ക വിളിച്ച് ചോദിച്ചോ, മടവൂർ ശൈഖുനാന്റെ മുഹിബ്ബീങ്ങള് ആരെങ്കിലും ഉണ്ടോ? 10,000-ൽ ഒരാളെങ്കിലോ 1000-ൽ ഒരാളെങ്കിലോ കൈവെക്കാതിരിക്കുകയില്ല. അവിടുന്ന് പ്രവചിച്ചതാണ്, ലോകം മുഴുവനോ എന്റെ മുഹിബ്ബീങ്ങൾ ഉണ്ടാകുമെന്ന്. വരട്ടെ കുടുംബങ്ങളെ, ശൈഖുനാന്റെ മുരീദായ ഒരു സഹോദരൻ ഈ സയ്യിദ് അവറുകളെ കാണുകയാണ്. ഈ സയ്യിദിന് വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലോ അതാ ഈ മനുഷ്യനോട് സങ്കടം പറഞ്ഞപ്പോ ഇദ്ദേഹം പറയുന്നു, മോനെ തങ്ങളെ, നിങ്ങളൊരു 41 ദിവസം മുടങ്ങാതെ യാസീന് ശൈഖുനാന്റെ പേരിൽ നല്ലൊരു ജോലി ശരിയാകാൻ വേണ്ടി ഓതിക്കോ. സുബ്ഹാനല്ലാഹ്, ഈ സഹോദരൻ അന്നു മുതൽ അങ്ങോട്ട് ഓതൽ തുടങ്ങി. ഒരു ദിവസം, ആ ദിവസം തന്നെ 41 യാസീനും അതാ ഒറ്റ ഇരിപ്പിരുന്നങ്ങ് ഓതിപ്പോയി. ഫലം കണ്ടില്ല. വീണ്ടും ഈ സഹോദരനെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഒരു ദിവസം കൊണ്ട് 41 യാസീൻ ഓതി. അവര് പറഞ്ഞു, ഇനിയും ഒരു 41 യാസീനും ഓതിക്കോ. അങ്ങനെ ഓതി തീർന്നു കഴിഞ്ഞപ്പോ അതാ ജോലിയൊക്കെ വിതരണം ചെയ്യുന്ന ഗൾഫിലൊക്കെ നമ്മൾ പോയാൽ അറിയാൻ പറ്റും. ചില അറബികളുടെ കുറെ വിസകളൊക്കെ ശരിയാക്കി ജോലി ഓരോരുത്തർ ഇല്ലാത്തവർക്ക് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ജോലി ശരിയാക്കി കൊടുക്കുന്ന ഒരാളെ കാണുകയാണ്. അയാൾ വന്ന് ഈ സയ്യിദിനോട് ചോദിക്കുകയാണ്, എന്താണ് സയ്യിദ് അവറുകളെ വിഷമോ? എന്താണ് നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത ടെൻഷന്? അവിടുന്ന് പറഞ്ഞു, ജോലി നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളായി. ഞാൻ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. എനിക്കെന്തെങ്കിലും ജോലിയുണ്ടോ? ഈ സഹോദരന്റെ കയ്യിലൊരു ജോലിയുണ്ടായിരുന്നു. എങ്ങനെയുള്ള ജോലിയാണെന്നറിയുമോ? ഈ ജോലിയിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം മാത്രമേ ആ കഫീലിന്റെ കൂടെ നിൽക്കുകയുള്ളൂ. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ മാഷാ അല്ലാഹ് അവര് തിരിച്ചു നാട്ടിൽ പോകും. അങ്ങനെയുള്ള ഒരു ജോലി, നല്ലൊരു ജോലിയല്ലേ? 3 ദിവസം കഫീലിലൂടെ നിന്ന് കഫീലിനെ സ്വഭാവം ഇഷ്ടപ്പെടാതെ തിരിച്ചു വന്ന ജോലി. അള്ളാഹു, ഒരുപാട് പേര് സങ്കടപ്പെടുന്നവരുണ്ട്. റബ്ബേ, കഫീലന്മാർക്കൊക്കെ സ്നേഹം കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ഈ സഹോദരൻ അതാ ഈ സയ്യിദ് അവറുകളോട് പറയുകയാണ്, സയ്യിദേ, എന്റെ കയ്യിൽ ഒരു ജോലിയുണ്ട്. പക്ഷേ അതിങ്ങനൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തായാലും ടിക്കറ്റ് എടുത്തതല്ലേ, നിങ്ങൾ അതുവരെ നിന്നോ. അതുവരെ നിങ്ങൾക്ക് എന്തായാലും അവിടെ ക്ഷമിച്ച് നിൽക്കാൻ പറ്റും. എന്തെങ്കിലും കയ്യിൽ പൈസ കിട്ടുമോ? ഏതായാലും ഈ സഹോദരൻ അതാ ആ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ജോലിയിൽ ചെന്നപ്പോ എഡ്യൂക്കേഷൻ പരമായ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഈ സഹോദരന് അവിടെ പർച്ചേസിംഗ് മാനേജറായിട്ട് അതാ ജോലി കൊടുക്കുന്നു. യൂസുഫ് ഖാനോട് ആ സയ്യിദ് അവറുകളെന്ന് പറയുകയാണ്, മടവൂർ ശൈഖുനാന്റെ പേരിലോതിയ യാസീന്റെ ബറക്കത്ത് കൊണ്ട്
എനിക്കൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ എനിക്ക് ജോലി കിട്ടിപ്പോയി. 5000 ദിർഹമാണ് സ്റ്റാർട്ടിങ് ശമ്പളം എനിക്ക് നൽകുന്നത്. 5000 ദിർഹം എന്ന് പറഞ്ഞാൽ പടച്ചവനെ എത്ര രൂപയാണ്? 1 ലക്ഷത്തിലേറെ, നാട്ടിലെ 1 ലക്ഷത്തിലേറെ പൈസ വരുന്നു. ഇതാണ് മടവൂര് ശൈഖുന. എന്ത് വിഷമം വരുമ്പോഴും, എന്ത് പ്രയാസം വരുമ്പോഴും, എന്ത് ദുഃഖം വരുമ്പോഴും അവിടുത്തെയുടെ പേരിൽ ഒരു യാസീൻ ഓതിയാൽ, അവിടുത്തെയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയാൽ അത് ആത്മാർത്ഥമായാണോ ഓതുന്നത്? ഉമ്മമാരെ, ഉടനെ തന്നെ പരിഹാരം അവിടുന്ന് നൽകുന്നു. അല്ലാഹു ആ ശൈഖുനാന്റെ മദദുള്ള മജ്ലിസായി നമ്മളെ കബൂലാക്കട്ടെ, നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.